ഹായ് ഗായ്സ്, സോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ സെഗ്മെൻ്റ് ആണ്. ഇന്ന് എൻ്റെ ഒരു കസിൻ്റെ ഒരു മെഹന്തി ഫംഗ്ഷൻ ഉണ്ട്. സോ അതിന് വേണ്ടി ഞാൻ ഡ്രസ്സപ്പ് ചെയ്യണത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. സോ ഞാൻ ആദ്യം തന്നെ നമ്മളുടെ സ്കിൻ പ്രെപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മോയ്സ്ചറൈസർ ഉപയോഗിക്കും. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ. സോ ഇത് ക്ലിനിക് മോയ്സ്ചറൈസർ സർജ് ആണ്. സോ ഇത് ആദ്യം അപ്ലൈ ചെയ്യാം. സോ ഇതിങ്ങനെ ഡോട്ടായിട്ട് ഇടുക. തീരെ ടൈമില്ലാട്ടോ, സോ പെട്ടെന്ന് റെഡി ആവണം. നോസിലും ഇവിടെയൊക്കെ ഇടുക, ഇവിടെ ഇടുക. നെക്ക് ഏരിയ ഒരിക്കലും മറക്കരുത്, നെക്ക് ഏരിയയിൽ നന്നായിട്ട് ഇടണം, അല്ലെങ്കിൽ നമ്മളുടെ അത് എടുത്ത് കാണിക്കും, ആ ഡിഫറൻസ് എടുത്ത് കാണിക്കും. സോ നെക്ക് ഏരിയയിലും അപ്ലൈ ചെയ്യണം. ഇനി അത് രണ്ട് കൈ വെച്ച് നന്നായിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യുക. അപ്പോൾ തന്നെ നമുക്കറിയാം സ്കിന്ന് നല്ല സോഫ്റ്റായിട്ടിരിക്കുന്നുണ്ട്. സോ നന്നായിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യുക. ഓക്കെ, സോ അടുത്ത് ഞാൻ സ്കിൻ പ്രെപ്പ് ചെയ്യണ പ്രൊസീജിയർ തന്നെയാണ് ചെയ്യണത്. അതിന് വേണ്ടിയിട്ട് ഞാൻ നൈക്കയുടെ ഈ ഗ്രീൻ ടീ പ്ലസ് അലോവേര റിജുനേറ്റഡ് ഹൈഡ്രേറ്റഡ് സ്കിൻ ആ ഒരു പ്രോഡക്റ്റാണ് യൂസ് ചെയ്യണത്. ഇത് നൈക്കയിൽ നിന്ന് വാങ്ങിച്ചതാണ്. സോ ഇത് നമുക്ക് ഫേസിൽ വയ്ക്കാം. ഇതിങ്ങനെ ടീർ ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതെടുക്കാം. ഇങ്ങനെ നല്ല ഇതുണ്ട്, നല്ല ഹൈഡ്രേറ്റഡ് ആണിത്. നല്ല ഹൈഡ്രേഷൻ കിട്ടാൻ ഇത് സഹായിക്കും. സോ ഇതൊന്നിങ്ങനെ എടുക്കുന്നതിന് ഭയങ്കര ടഫായിട്ടുള്ള പ്രൊസീജിയറാണ്. വീഡിയോ എക്സ്റ്റെൻഡ് ചെയ്യുന്നതിൽ നിങ്ങൾ ക്ഷമിക്കുക. സോ ഇതിങ്ങനെ എടുക്കും. അപ്പോൾ ഇത് നമ്മളുടെ ഫേസിൻ്റെ ഒരു സ്ട്രക്ചറുള്ള ഒരു സാധനമാണ്. ഇത് നമ്മളുടെ ഫേസിൽ, സോ നോസ് ഏരിയ, ഇത് നമ്മുടെ ഫേസിൽ ഇങ്ങനെ വയ്ക്കുക. ഇത് നല്ലൊരു ഹൈഡ്രേഷൻ കിട്ടാൻ വേണ്ടി സഹായിക്കും. അപ്പോൾ നമ്മൾ മേക്കപ്പൊക്കെ ചെയ്യുമ്പോൾ നല്ല ഒരു ഗ്ലോയി ഫിനിഷ് കിട്ടണ്ടേ. ഗ്ലോയി ഫിനിഷ് കിട്ടാൻ ഇഷ്ടമുള്ളവർ ഇത് ചെയ്യുക. അപ്പം ഇങ്ങനെ ഒരു 10 മിനിറ്റ്സ് നമ്മൾ വയ്ക്കുക. തീരെ ടൈമില്ല, പിന്നെ എങ്ങനെ 10 മിനിറ്റ്സ് വയ്ക്കുമെന്ന് എനിക്കറിയില്ല. എന്നാലും നോക്കാം, ചെയ്യുമ്പോൾ നന്നായിട്ട് ചെയ്യണമല്ലോ. 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് വരാം കേട്ടോ. സോ 10 മിനിറ്റ്സ് കഴിഞ്ഞു. ഇനി നമുക്കിത് റിമൂവ് ചെയ്യാം. ഇങ്ങനെ സ്ലോലി റിമൂവ് ചെയ്യാം. ഇപ്പം തന്നെ ആ ഒരു ഗ്ലോ കണ്ട. സോ ഇനി ഇത് നന്നായിട്ട് ഇങ്ങനെ നമ്മുടെ സ്കിന്നിലേക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. നെക്ക് ഏരിയയിലും അപ്ലൈ ചെയ്യുക, നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. സോ ഇതിപ്പോൾ നന്നായിട്ട് ബ്ലെൻഡ് ആയിട്ടുണ്ട്, നന്നായിട്ട് സ്കിൻ അത് അബ്സോർബ് ചെയ്തിട്ടുണ്ട് ആ ഫേസ് മാസ്ക്. ഇനി ഞാൻ കണ്ണിൻ്റെ താഴെ ഡ്രൈനെസ് പോകാൻ വേണ്ടിയിട്ട് ഞാൻ സ്വിസ് ബ്യൂട്ടിയുടെ ഹൈഡ്ര ഐ പാച്ച് യൂസ് ചെയ്യാൻ പോവാണ് നെക്സ്റ്റ്. ഇത് പിന്നെ തൽക്കാലം ഒരു 5 മിനിറ്റ് വയ്ക്കണുള്ളൂ. സോ ഇതിങ്ങനെ ഓപ്പൺ ചെയ്യും. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അത് എടുക്കാൻ വേണ്ടിയിട്ട് ഐ ഏരിയ അല്ലോ, അപ്പോൾ ഭയങ്കര സെൻസിറ്റീവാണ്. സോ നമ്മൾ കൈ കൊണ്ട് എടുക്കരുത് ഒരിക്കലും, നമ്മൾ ഇതുകൊണ്ട് എടുക്കണം. ഇത് വന്നിട്ട് ഇങ്ങനെ പൊക്കിക്കഴിയുമ്പോൾ ഇത് ഫുൾ കണ്ടോ ലിക്വിഡാണ്. ഇത് വളരെ സൂക്ഷിച്ചെടുക്കണം. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ അറിയില്ല. ഇതിങ്ങനെ എടുക്കുക ഒരെണ്ണം.
എന്നിട്ട് കണ്ണിൻ്റെ അടിയിൽ, സോറി ഇങ്ങനെയാണെന്ന് തോന്നുന്നു, കണ്ണിൻ്റെ അടിയിൽ ഇങ്ങനെ അപ്ലൈ ചെയ്യുക. മറ്റേ കണ്ണിലും അതേപോലെ ചെയ്യാം. ഇങ്ങനെ എടുക്കാം. ഈ കണ്ണിലും ഇങ്ങനെ അപ്ലൈ ചെയ്യുക. ഇങ്ങനെ ഒരു 5 minutes വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഞാനിത് റിമൂവ് ചെയ്യാൻ പോവാം. കാരണം എൻ്റെ കണ്ണിൽ ഭയങ്കര ഇച്ചിങ് തോന്നുന്നു. എനിക്ക് ഈ പ്രോഡക്റ്റ് സൂട്ട് ആവണില്ല എന്ന് തോന്നുന്നു. സോ ഞാനിത് റിമൂവ് ചെയ്യാണ്. സോ അടുത്തത് ഞാനൊരു സൺസ്ക്രീനാണ് അപ്ലൈ ചെയ്യണത്. മിനിമലിസ്റ്റിൻ്റെ സൺസ്ക്രീൻ ലോഷനാണ് അപ്ലൈ ചെയ്യുന്നത്. ഓപ്പൺ ചെയ്യാം. ഇങ്ങനെ ഡോട്ടായിട്ട് അപ്ലൈ ചെയ്യാം. ഇത് ആക്ച്വലി എനിക്ക് നൈക്കയിൽ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടിയ ഒരു പ്രൊഡക്റ്റാണ്. പക്ഷെ നല്ല പ്രൊഡക്റ്റാണ്. ഇത് ഞാൻ ഇനിയും വാങ്ങിക്കും. ഞാൻ സൺസ്ക്രീൻ ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ വൈറ്റ് കാസ്റ്റ് പ്രൊവൈഡ് ചെയ്യണു. ഇതിന് പിന്നെ ആ കുഴപ്പമില്ല. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് നല്ലൊരു ഫിനിഷ് കിട്ടും നമുക്ക്. പിന്നെ അതിങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഏരിയയിലും കൂടെ അപ്ലൈ ചെയ്യുക. അടുത്ത ഞാൻ സ്മാഷ് ബോക്സിൻ്റെ ഒരു ഇലുമിനേറ്റ് ഗ്ലോ പ്രൈമർ യൂസ് ചെയ്യും. തുറക്കുക. ഇച്ചിരി കയ്യിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. തേച്ചാൽ നല്ല ഗ്ലോ വരും എന്നൊക്കെയാണ് എൻ്റെ പ്രതീക്ഷ. നോക്കാം. ഇതിങ്ങനെ ഡോട്ടായിട്ട് അപ്ലൈ ചെയ്യുക. നെക്ക് ഏരിയയിൽ അപ്ലൈ ചെയ്യണം കേട്ടോ. നെക്ക് ഏരിയ ഒരിക്കലും നമ്മൾ മറക്കരുത് അപ്ലൈ ചെയ്യാൻ. എന്നിട്ട് നന്നായിട്ട് തന്നെ ആ ഗ്ലോ നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ ഫൗണ്ടേഷൻ ഇട്ടില്ലെങ്കിലും ആ ഒരു ഗ്ലോ വന്നിട്ടുണ്ട് ഓൾറെഡി. ഓക്കേ, ഞാൻ മിററിലാകട്ടെ. ആ ഒരു ഗ്ലോ വന്നിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി ഒരു ഗ്ലോയി ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ടു ഫേസിൻ്റെ ഒരു പ്രൈമർ കൂടി യൂസ് ചെയ്യാണ്. ഇതിങ്ങനെ കയ്യിലെടുക്കുക. കുറച്ചെടുക്കും കേട്ടോ. മറ്റേ യൂസ് ചെയ്ത കാരണം ഇത് പിന്നെ കുറച്ചെടുക്കണുള്ളൂ. ഇതും ഇങ്ങനെ അപ്ലൈ ചെയ്യുക. നെക്ക് ഏരിയയിൽ അപ്ലൈ ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യാം. സോ നെക്സ്റ്റ് ഞാൻ കൺസീലർ അപ്ലൈ ചെയ്യാൻ പോയി കണ്ണിൻ്റെ അണ്ടർ ഐയിൽ. ഞാൻ മെബ്ലിൻ്റെ ഫിറ്റ് മീ കൺസീലറാണ് യൂസ് ചെയ്യണത്. ഓപ്പൺ ചെയ്യാം. ഇങ്ങനെ ഡോട്ടായിട്ട് ഇവിടെ അടിയിൽ ഞാൻ കുറച്ച് മുകളിലും ഇത് അപ്ലൈ ഇങ്ങനെ. എന്നിട്ട് സ്പോഞ്ച് വെച്ച് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യുക. സോ എനിക്ക് തോന്നുന്നു അത് കുറച്ചുകൂടി അപ്ലൈ ചെയ്യണമെന്ന് തോന്നുന്നു. സോ ഇങ്ങനെ കുറച്ചുകൂടി അപ്ലൈ ചെയ്യണം. ഇങ്ങനെ
നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. സോ മൈ ഗോ ടു ഫൗണ്ടേഷൻ ഈസ് ദിസ് മേക്ക് ഫോർ എവർ. അപ്പോൾ നെക്സ്റ്റ് ഇത് അപ്ലൈ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് കയ്യിലേക്ക് കുറച്ച് സ്ക്യൂസ് ചെയ്തിടുക. ഓക്കെ, ഇത്ര. എന്നിട്ട് ഇതും ഇങ്ങനെ ഡോട്ട് 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 ഇട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഈ സ്പോഞ്ച് വെച്ചിട്ട് നമ്മളിങ്ങനെ നന്നായിട്ട് കണ്ണിൻ്റെ അടിയിലും അത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ഡിഫറൻസ് കാണിക്കും. സോ നന്നായിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് ആ ഗ്ലോ കാണാൻ പറ്റും എൻ്റെ സ്കിന്നിൽ. നമ്മൾ ഫേസ് മാസ്കും പ്രൈമറും ഒക്കെ യൂസ് ചെയ്തതിൻ്റെ ആ ഗ്ലോയാണ് എൻ്റെ ഫേസിൽ കാണുന്നത്. സോ ഞാനൊരു സെക്കൻഡ് ലെയറായിട്ട് ഞാൻ കുറച്ചുകൂടി എടുക്കുകയാണ്. സെക്കൻഡ് ലെയർ അപ്ലൈ ചെയ്യണം. ഫൗണ്ടേഷൻ്റെ കാര്യമാണ് പറയുന്നത്. ഫൗണ്ടേഷൻ സെക്കൻഡ് ലെയർ അപ്ലൈ ചെയ്യണം. കുറച്ചെടുത്ത് പിന്നെ ഇങ്ങനെ ഡോട്ട് ഡോട്ടായിട്ട് അപ്ലൈ ചെയ്യാം. എന്നിട്ട് സ്പോഞ്ച് വെച്ച് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം കേട്ടോ. ഇങ്ങനെ സോ ഇങ്ങനെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഞാൻ എൻ്റെ ഐലാഷ് കേൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഐലാഷ് കേളർ യൂസ് ചെയ്യാണ്. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ പുള്ള് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കുറച്ച് നേരം നിൽക്കണം, കുറച്ച് നേരം സ്റ്റേ ചെയ്യണം. മിററിൽ നോക്കി ചെയ്താലേ എനിക്ക് ശരിയാവുള്ളൂ. ഇങ്ങനെ 2-3 പ്രാവശ്യം ഇങ്ങനെ മുകളിലോട്ട് അപ്വേർഡ് മോഷനിൽ ഇങ്ങനെ പുള്ള് ചെയ്ത് വയ്ക്കുക. ഈ കണ്ണ് ശരിയായി, പക്ഷേ ഈ കണ്ണ് ശരിയായിട്ട് തോന്നിയില്ല. ഓക്കെ, സോ നെക്സ്റ്റ് ഞാൻ ഈ റെവല്യൂഷൻ്റെ മേക്കപ്പ് റെവല്യൂഷൻ ലണ്ടൻ ഈ ഐ ഷാഡോ പാലറ്റാണ് യൂസ് ചെയ്യണത്. ഇതിൽ നിന്ന് തുറന്നിട്ട് ഈ സ്കിൻ കളർ ഉണ്ടല്ലോ, ഈ സ്കിൻ കളർ എപ്പോഴും സ്കിൻ കളർ ബേസായിട്ട് അപ്ലൈ ചെയ്തിട്ട് വേറെ കളർ അപ്ലൈ ചെയ്യാനായിരിക്കും നല്ലത്. ഇത് ഇച്ചിരി എടുത്തിട്ട് മിറർ നോക്കി ചെയ്യട്ടെ കേട്ടോ. ഇങ്ങനെ അപ്ലൈ ചെയ്യുക. 2 ലെയർ ഇടുക കേട്ടോ, എന്നാലും ആ കളർ അങ്ങോട്ട് എടുത്ത് കാണുള്ളൂ. സോ മറ്റേ കണ്ണിലും അതേപോലെ ചെയ്യാം. ഇന്ന് കുറച്ച് ഡ്രമാറ്റിക് ആവാമെന്ന് വിചാരിച്ചു. ഞാൻ ഒരിക്കലും ഇത് വേറെ പാലറ്റാണ്, റെവല്യൂഷൻ തന്നെ. സോ എൻ്റെ ഡ്രസ്സിൻ്റെ കളർ യെല്ലോയാണ്. അപ്പോൾ ഞാനൊരു യെല്ലോ ഐ ഷാഡോ ട്രൈ ചെയ്ത് എങ്ങനെ ഇരിക്കുമെന്ന് എനിക്കറിയില്ല. അത് ഇട്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാനത് മാറ്റിയിട്ട് വേറെ അപ്ലൈ ചെയ്യും. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിൽ ഈ യെല്ലോ ഷെയ്ഡ് ഇങ്ങനെ കുറച്ചെടുക്കുക. എന്നിട്ട് കണ്ണിൻ്റെ ഇവിടെ അറ്റത്തായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യുക. ഫുള്ളി അപ്ലൈ ചെയ്യുക. ആദ്യം ഫുള്ളി അപ്ലൈ ചെയ്ത് നോക്കാം.
വലിയ കുഴപ്പമില്ല. ടു ലെയറായിട്ട് അപ്ലൈ ചെയ്യാം. ഈ കണ്ണിലും അപ്ലൈ ചെയ്യാം. സെക്കൻഡ് ലെയർ ശരിക്കും എടുത്ത് കാണാനില്ല, സോ ഞാൻ കുറച്ചുകൂടി അപ്ലൈ ചെയ്യാണ്. സോ ഇത് മറ്റേ പാലറ്റ്, ആദ്യം എടുത്ത പാലറ്റാണ്. സോ ഇതിൻ്റെ ഈ ഗോൾഡൻ ഷെയ്ഡില്ലേ, ഗോൾഡൻ ഷെയ്ഡ് ഇത് കുറച്ചെടുക്കുക. നൈറ്റ് ഫങ്ഷനാണല്ലോ, അപ്പോൾ കുറച്ച് ഗ്ലിറ്ററി ഒക്കെ ആയിട്ടുള്ള നല്ലതായിരിക്കും. ഇതിൻ്റെ കണ്ണിൻ്റെ ഈ മിഡിൽ പോർഷൻ തൊട്ട് താഴത്തോട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യുക. ഇത് 2 ലെയർ അപ്ലൈ ചെയ്തിരിക്കുക നല്ലത്, കാരണം ഇപ്പം തന്നെ കുറച്ച് ഓയിൽ. സോ ഇനി നെക്സ്റ്റ് ഞാൻ എൻ്റെ ഐബ്രോ ചെയ്യാൻ പോവാണ്. ഞാൻ എപ്പോഴും ഐബ്രോ ചെയ്തിട്ടാണ് ഐലൈനർ ഇടുക. സോ ഐബ്രോയ്ക്ക് ഞാൻ ഉപയോഗിക്കുന്നത് ഈ ബെനിഫിറ്റ് ഗൂഫ് പ്രൂഫ് ബ്രോ പെൻസിലാണ്. ഇതാണ് യൂസ് ചെയ്യുന്നത്. ആദ്യം വെച്ച് തന്നെ ആദ്യം നമ്മളുടെ ഐബ്രോ ഇങ്ങനെ ബ്രഷ് ചെയ്യുക. ഓക്കെ, നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഐബ്രോ ഫിൽ ചെയ്യുക. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇങ്ങനെ ഉണ്ട് ഫിൽ ചെയ്യാൻ, ഐബ്രോ ഫിൽ ചെയ്യാൻ വേണ്ടി ഐ പെൻസിലുണ്ട്. സോ അതിങ്ങനെ ഐബ്രോ ഫിൽ ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ ഫേസിൽ നല്ലൊരു ഫീലിംഗാണ് ഐബ്രോ ഫിൽ ചെയ്ത് കഴിയുമ്പോൾ. ഫേസൊക്കെ ഇങ്ങനെ മേക്കപ്പൊക്കെ ഇങ്ങനെ എടുത്ത് കാണും ഐബ്രോ ഫിൽ ചെയ്യുമ്പോൾ. ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത കാരണം ഇത് ഭയങ്കര സ്മൂത്തായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്, ഗ്ലൈഡ് ചെയ്ത് പോവുക. അങ്ങനെ അല്ലാത്തപ്പോൾ ഞാനിങ്ങനെ ബ്ലെൻഡ് ചെയ്യുമ്പോൾ ഇത്രയും ബ്ലെൻഡ് ആവാറില്ല. ഇത് ഫൗണ്ടേഷൻ ഇങ്ങനെ ബേസിൽ ഇങ്ങനെ കിടക്കണ കാരണം തോന്നുന്നു. ഓക്കേ, ഇനി ഞാൻ ബെനിഫിറ്റിൻ്റെ തന്നെ ഇതും ഒരു ബ്രോ ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. സോ ഇതിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഇത് കണ്ടോ, ഇങ്ങനത്തെ ഒരു ബ്രഷാണ്. ഇതിൽ ലിക്വിഡ് ഉണ്ട്, നമ്മളുടെ ഐലൈനറിൽ യൂസ് ചെയ്യുന്ന പോലത്തെ ലിക്വിഡില്ല, അതുണ്ട്. അപ്പോൾ അത് അപ്ലൈ ചെയ്തിട്ട് ഇതിങ്ങനെ അപ്ലൈ ചെയ്താൽ എൻ്റെ മുഖത്തൊക്കെ ആയി. സോ ഐബ്രോ പെൻസിൽ അപ്ലൈ ചെയ്തിട്ട് ഇതിങ്ങനെ ചെയ്താൽ നമ്മളുടെ ഈ ഇതൊക്കെ ഇങ്ങനെ എടുത്ത് കാണും, ഈ ഹെയറൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് ഇങ്ങനെ എടുത്ത് കാണും. ഒരു തിളക്കം പോലെ കിട്ടും. ഓക്കെ, മൈക്രോ ബ്ലേഡിങ് ചെയ്ത പോലെ ഉണ്ടോ? സോ നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യാൻ പോണത്, ഞാൻ ഐലൈനറാണ് യൂസ് ചെയ്യാൻ പോണത്. മേക്കപ്പ് ഫോർ എവറിൻ്റെ ഐലൈനറാണ് യൂസ് ചെയ്യണത്. സോ ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇത് തീർന്നു പോയി, അത് നന്നായിട്ട് കുലുക്കണം. പിന്നെ നന്നായിട്ട് കുലുക്കണം. എന്നിട്ട് കണ്ണെഴുതാം. കണ്ണിൻ്റെ മിറർ നോക്കി എനിക്ക് എഴുതാൻ പറ്റുള്ളൂ.
സൂക്ഷിച്ചെഴുതുക കേട്ടോ. ടൈം കുറേ ആയി. 6-ന് ഇറങ്ങാൻ പറഞ്ഞാൽ 6 വരെ കഴിഞ്ഞു. സോ ഈ കണ്ടില്ല ഇങ്ങനെ എഴുതുക. ഇത് തീർന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിട്ട് ഇങ്ങനെ കുളിക്കുന്നത്. സോ കണ്ണെഴുതിയപ്പോൾ തന്നെ ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണാം. സോ നെക്സ്റ്റ് ഞാൻ മസ്കാരയാണ് യൂസ് ചെയ്യണ വോളിയൂംനെസ് പാരഡൈസ് എന്ന് പറഞ്ഞാൽ എന്തോ ആണ്. ഇത് ഭയങ്കര പരേതാണ്. ഞാനങ്ങനെ മസ്കാര യൂസ് ചെയ്യുന്ന ആളല്ല. സോ ഇവിടെ കിടന്നപ്പോൾ ഇത് എടുത്തു എന്നുള്ളൂ. സോ ഇത് അപ്ലൈ ചെയ്ത് നോക്കാം. ഞാൻ മറ്റേ ഇത് വെച്ച് കേളി ചെയ്ത കാരണം ഐലാഷ് ഇങ്ങനെ കുറച്ച് പൊങ്ങിയിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത്രയും കുറച്ച് കഷ്ടപ്പെട്ടാൽ മതി. ഇനി നമ്മളിത് ഇങ്ങനെ കേളി ചെയ്ത് കൊടുക്കുക. സോ കേളി ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ടിഷ്യൂ വെച്ചിട്ട് അത് കുറച്ചിങ്ങനെ തൂത്തുകളയും. കാരണം ഇത് ഭയങ്കര കട്ടിയായിട്ടാണ് വരുന്നത്. ടിഷ്യൂ വെച്ചിട്ട് കുറച്ചിങ്ങനെ തൂത്താലാണ് ശരിയുള്ളത്. ഇങ്ങനെ സോളിഡായിട്ട് എന്തോ പീസസ് എടുക്കുന്നുണ്ട്. ഇനി ഈ കണ്ണിൻ്റെ താരയായിട്ടും ഞാൻ എഴുതും. ഞാനിത് അപ്ലൈ ചെയ്യും. എന്നിട്ട് ആകെക്കുളായി ഇങ്ങനെ ടിഷ്യൂ വെച്ചിട്ട് കുറച്ച് ഇങ്ങനെ തൂത്ത് കൊടുക്കുക. സോ കണ്ടോ, നന്നായിട്ടുണ്ടോ? സോ ഇനി നെക്സ്റ്റ് ഞാൻ ഈ ഐ ഷാഡോ പാലറ്റ് എടുത്തിട്ട് ഈ ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് എടുക്കും. എന്നിട്ട് ഈ കണ്ണിൻ്റെ അടിയിലായിട്ട് ജസ്റ്റ് ഇങ്ങനെ എഴുതി കൊടുക്കുക. അപ്പോൾ കണ്ണിങ്ങനെ വലിയതായിട്ട് എടുത്ത് കാണാൻ പറ്റും. ഈ ബ്ലഷിന് വേണ്ടിയിട്ട് ഇത് പെര എന്ന് പറഞ്ഞാൽ അതൊരു ബ്രാൻഡാണ്. ഇതൊരു പഴയ പ്രൊഡക്റ്റാണ് ഇവിടെ വരുന്നത്. സോ ഇത് വെച്ചിട്ട് ഞാനിവിടെ ഇങ്ങനെ ചീക്സിൽ ഇത് കുറച്ച് അപ്ലൈ ഇങ്ങനെ ഒരു റെഡ് കളർ വരാൻ വേണ്ടിയിട്ട്. സോ ഇത് ബ്ലഷാണ് കേട്ടോ. ഇത് കൈ വെച്ചിട്ട് ഇങ്ങനെ ഇതെടുത്താൽ ആ ഒരു റെഡ്നെസ് വരും. റെഡല്ല, സോറി, പിങ്കിഷ്.
ഇനി ഫൈനൽ സ്റ്റെപ്പിലേക്ക് ആയിട്ടില്ല, ലിപ്സ്റ്റിക് കൂടി വേണം. പക്ഷേ അതിന് മുമ്പ് ഞാൻ ഈ ക്ലിനിക്കിൻ്റെ ഹൈലൈറ്റർ യൂസ് ചെയ്യും. ഇതൊക്കെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നോസ് ഏരിയയിൽ ഇങ്ങനെ നീട്ടത്തിൽ അപ്ലൈ ചെയ്യുക. പിന്നെ ഇവിടെ ഇത്തിരി കൊടുക്കുക, ഇത് കൊടുക്കുക, ഇവിടെ ഇങ്ങനെ അപ്ലൈ ചെയ്യുക, ഇവിടെ ഇങ്ങനെ അപ്ലൈ ചെയ്യുക, ഇങ്ങനെ അപ്ലൈ ചെയ്യുക, ഇവിടെ ലിപ്പിൻ്റെ ഇവിടെയായിട്ട്. എന്നിട്ട് ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കൈ വെച്ചിങ്ങനെ പതുക്കെ ബ്ലെൻഡ് ചെയ്യും. സോ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. സോ നെക്സ്റ്റ് ഞാൻ ലിപ്സ്റ്റിക്ക് ഇടാൻ പോവാണ്. ഫൈനൽ സ്റ്റെപ്പ്. ഇത് പാറ്റിൻ്റെ ഒരു പ്രൊഡക്റ്റാണ്, കണ്ടോ, നല്ല രസമല്ലേ, പിങ്ക് ഷെയ്ഡാണ്. സോ ഞാൻ അത്ര ഓക്കെ അല്ല, ചിലപ്പോൾ ഞാൻ ഫൈനലായിട്ട് ലിപ്സ്റ്റിക്ക് ഞാൻ ചിലപ്പോൾ മാറ്റിയായിരിക്കും. സോ ഇനി ഞാൻ നെക്സ്റ്റ് റെഡി ആയിട്ട് ഫുൾ ഡ്രസ്സൊക്കെ ഇട്ട് പൊട്ടൊക്കെ കുത്തി ഓർണമെൻറ്റ്സൊക്കെ ഇട്ടിട്ട് ഞാൻ വരാം, എന്നിട്ട് കാണിച്ചു തരാം കേട്ടോ.